ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു ചിക്കൻ റെസിപ്പിയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഫുൾ ചിക്കൻ ഗ്രിൽ ആണ് തയ്യാറാക്കിയത്. ഇതിൽ തന്തൂരി ചിക്കൻ ഓവനൊന്നും ഇല്ലാതെ കുറഞ്ഞ മസാല കൊണ്ട് എങ്ങനെ വളരെ ടേസ്റ്റിയായി തയ്യാറാക്കാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. അതിനായി ഒരു ബൗളിലേക്ക് 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ കുറച്ചെടുത്താൽ മതി. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുക, 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക, പിന്നെ ഒരു 1/4 ടീസ്പൂൺ തന്തൂരി ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ നീരും കൂടി ചേർത്ത് നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്യണം. മസാലയൊക്കെ നന്നായി ഉപ്പും പുളിയൊക്കെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യുന്ന രീതിയിൽ വേണം കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ചിക്കൻ മസാല പിടിപ്പിക്കാം. അതിനായി ചിക്കൻ ഈ ഒരു രീതിയിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് ഇതുപോലെ വരഞ്ഞു കൊടുക്കുക. നല്ല രീതിയിൽ താഴ്ന്ന രീതിയിൽ വേണം വരഞ്ഞു കൊടുക്കാൻ, എന്നാലായിരിക്കും കറക്റ്റ് മസാല പിടിക്കുന്നത്. ഇനി ഓരോ ചിക്കൻ പീസിലേക്കും നന്നായി മസാല പിടിപ്പിക്കണം. മസാല എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം തേച്ച് കൊടുക്കാൻ. ഈ വീഡിയോ എല്ലാവരും തീർച്ചയായും മുഴുവനും കാണണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി എന്നെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കാൻ പാടില്ല കേട്ടോ. ഇപ്പോൾ എല്ലാ ചിക്കൻ പീസിലും മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നന്നായി വീണ്ടും ഒന്ന് മസാല അത് ആ പാത്രത്തിൽ തന്നെ ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്ന് നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ മുകളിലായി കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി വിതറി കൊടുത്ത് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനു മുമ്പായി ഒരു സ്റ്റീൽ ബൗളിലേക്ക് ഒരു ചെറിയ ഗ്ലാസ്സോ ബൗളോ എന്തോ എടുത്ത് അതിലേക്ക് ഒരു കഷ്ണം തീക്കനലുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായി പുക വരുന്നുണ്ട്. ഈ സമയത്ത് പുകയൊന്നും പുറത്ത് പോവാത്ത രീതിയിലുള്ള അടപ്പ് വെച്ച് നന്നായി ഒന്ന് അടച്ചു കൊടുക്കാം. ഒരു 1/2 മണിക്കൂർ വേണം ഇതുപോലെ ചെയ്തെടുക്കാൻ. കണ്ടില്ലേ, ഇപ്പോൾ അതിൻ്റെ പുകയൊക്കെ നന്നായി അകത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്താൽ ചിക്കൻ പീസ് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്, നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റാണ്. അതിനു വേണ്ടിയാണ് ആദ്യം ഇതുപോലെ ചെയ്യുന്നത്. ഇതുപോലെയുള്ള ലിഡാണെങ്കിൽ ഇങ്ങനെ അടച്ചു കൊടുക്കുക. ഞാനൊരു അലുമിനിയം ഫോയിൽ വെച്ചാണ് അടച്ചു വെച്ചത്. ഇപ്പോൾ 1/2 മണിക്കൂറായിട്ടുണ്ട്. 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം തീക്കനൽ എടുത്ത് മാറ്റാം. എടുത്ത് മാറ്റിയതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ച് വെക്കണം. കാരണം 2 മണിക്കൂറാണ് നമുക്ക് ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടത്. അതുകൊണ്ടാണ് 1/2 മണിക്കൂറിന് ശേഷം വീണ്ടും അടച്ച് വെക്കുന്നത്. ഇപ്പോൾ നന്നായി തീക്കനലൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒരു ഗ്രില്ലാണ് വെച്ചിട്ടുള്ളത്. കമ്പി നന്നായി ചൂടായി വരുന്ന സമയത്ത് ഓരോ ചിക്കൻ പീസും എടുത്ത് അതിന് മുകളിലേക്കായി വെക്കാം. തീ ഓവർ കത്തിക്കാൻ പാടില്ല, എന്നാൽ ചിക്കൻ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും, അകം വേവില്ല. അതുകൊണ്ട് നല്ല തീ കനലിൽ വേണം വേവിച്ചെടുക്കാൻ. ഇതേ കനലിൽ തന്നെ നല്ല രീതിയിൽ തന്നെ ചിക്കൻ പീസ് വെന്ത് കിട്ടണം. അല്ലാതെ ഇനി എക്സ്ട്രാ നമ്മൾ വേവിക്കുന്നൊന്നുമില്ല.
ഇനി നമ്മൾ അതിന് മുകളിലായി ചെറുതായി ഒന്ന് അടിഭാഗം വെന്ത് വരുന്ന സമയത്ത് ഇതിൻ്റെ മുകൾ ഭാഗത്ത് നന്നായി ഒന്ന് എണ്ണ പുരട്ടി കൊടുക്കണം. കാരണം ചിക്കൻ പീസ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ചെയ്യുന്നത്. ഡ്രൈ ആയി വെന്ത് കിട്ടുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതുപോലെ നല്ല എണ്ണ തേച്ച് അതിൻ്റെ മോയ്സ്ചറും കൂടി ആകുമ്പോഴായിരിക്കും നല്ല കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പോൾ ഒരു ഭാഗം ചെറുതായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടും മറ്റേ സൈഡും നന്നായി വേവിച്ചെടുക്കണം. തീ കത്തിപ്പോവാതെ ശ്രദ്ധിക്കണം. ചെറിയ നേരിയ തീ ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. ഓവർ തീ ആയിപ്പോയാൽ മൊത്തമായി കരിഞ്ഞു പോകും. ഇനി ഈ സൈഡും ഓയിൽ തേച്ച് പിടിപ്പിക്കണം. കാരണം ഇനി നമുക്ക് ഇതുപോലെ മറിച്ചിട്ട് മറ്റേ സൈഡും വേവിക്കാനുണ്ട്. അതുകൊണ്ട് മറിച്ചിടുന്ന സമയത്ത് രണ്ട് സൈഡും എണ്ണ തേച്ച് കൊടുക്കണം. ഇപ്പോൾ ചിക്കൻ ചെറുതായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഇത് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ നല്ല സ്മെല്ലൊക്കെയാണ്. കഴിക്കാൻ അത്ര തന്നെ ടേസ്റ്റും ഉണ്ട്. എല്ലാവരും തീർച്ചയായും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കൂടി ഞങ്ങളെ അറിയിക്കണം. ഇതിനു മുമ്പുള്ള വീഡിയോസൊന്നും കാണാത്തവർ എല്ലാ വീഡിയോസും കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കണ്ടില്ലേ, നന്നായി വെന്ത് ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചൂടോടെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. പൊറോട്ടയുടെ കൂടെ ആയാലും അപ്പത്തിൻ്റെ കൂടെ ആയാലും എല്ലാത്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്യണം. ഇനി നമുക്ക് അടുത്ത ബാച്ചും കൂടി തയ്യാറാക്കിയെടുക്കാം. മറ്റേതുപോലെ തന്നെ ഒരു ഭാഗം ചെറുതായി ഒന്ന് വെന്ത് വരുന്ന സമയത്ത് ഈ ഭാഗത്തേക്ക് കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കുക. എല്ലാ പീസിലും എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ എത്തുന്ന രീതിയിൽ വേണം എണ്ണ തേച്ച് കൊടുക്കാൻ. ഇപ്പോൾ മറ്റേ സൈഡ് മറിച്ചിട്ടുണ്ട്. ആ സൈഡും നന്നായി ഒന്ന് എണ്ണ തേച്ച് കൊടുക്കണം. എണ്ണ തേക്കാൻ മറക്കരുത്. എണ്ണ തേച്ച് കഴിയുമ്പോഴായിരിക്കും നല്ലൊരു കറക്റ്റ് അതിൻ്റെ ഒരു സ്ട്രക്ചറും നല്ല ടേസ്റ്റും കിട്ടുന്നത്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നത്, എണ്ണ തേക്കാൻ മറക്കരുത്. ഇപ്പോൾ രണ്ടാമത്തെ ബാച്ചും ചെറുതായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിനൊരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെന്ത് കിട്ടും. കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തന്നെ ഓവനൊന്നും ഇല്ലാതെ എല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തന്തൂരി ചിക്കനാണ്. പുറത്തുനിന്നൊന്നും മസാല ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കയ്യിലുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പ് ഒക്കെ വെച്ചാണ് ഞാൻ തയ്യാറാക്കിയത്. നല്ല ടേസ്റ്റാണ്. തീർച്ചയായും ട്രൈ ചെയ്യണം കേട്ടോ. വീഡിയോസും കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.